ബാല്യകാലത്ത് നമ്മൾ എങ്ങനെയാ ക്ഷേത്രം കണ്ടത്? എന്റെയൊക്കെ നാട്ടിലെ അവസ്ഥ എന്തായിരുന്നു എന്ന് പറഞ്ഞാല്, ടിപ്പുവിന്റെ പടയോട്ടത്തില് ടിപ്പുവിന്റെ രഥചക്രങ്ങൾ മലബാറിന്റെ മണ്ണിനെയും മലയാളിയുടെ മനസ്സിനെയും കീറി മുറിച്ചുകൊണ്ട് കയറി വന്നപ്പോ മലബാറിലെ ക്ഷേത്രങ്ങളുടെ 80% തകർന്നു. 80% തകർന്നു. ശേഷിച്ചത് കുപ്രസിദ്ധി ആർജിച്ച സ്വാതന്ത്ര്യ കാർഷിക മാപ്പിള ലഹള. അല്ലെങ്കിൽ എന്ത് പറയാ, ബദ്ധല്യല്ലോ, 3 വാക്കാം. സ്വാതന്ത്ര്യ സമര കാർഷിക മാപ്പിള ലഹളയില് ബാക്കിയുള്ള ക്ഷേത്രവും തകർന്നു മലബാറില്. പിന്നെയും കാലത്തെ അതിജീവിച്ച് നിലനിന്നിരുന്ന ക്ഷേത്രങ്ങള് ഭൂപരിഷ്കരണം കൊണ്ടും തകർന്നു. അതായിരുന്നു അവസ്ഥ. ഞാനൊക്കെ വളരുന്ന കാലത്ത് അന്തിത്തിരിയില്ലാത്ത ക്ഷേത്രങ്ങൾ കണ്ട ഞാനും നിങ്ങളും വളർന്നത്. അന്തിത്തിരി വെക്കാൻ പാകമില്ല. ഇപ്പൊ ഇവിടെ ഇങ്ങനെ കുറെ കള്ളക്കഥകളൊക്കെ കെട്ടിയുണ്ടാക്കിക്കൊണ്ടുവരികയാ. മുൻഗാമികളായ മുസ്ലിം രാജാക്കന്മാര് ചക്രവർത്തിമാരൊക്കെ അമ്പലം പൊളിയന്മാരായിരുന്നു. അവരൊക്കെ എല്ലാ അമ്പലങ്ങളും പൊളിച്ചു കളഞ്ഞവരാ. ടിപ്പു സുൽത്താൻ കേരളത്തിലേക്ക് വന്നപ്പോ ഇവിടെ ഉണ്ടായിരുന്ന അമ്പലങ്ങളൊക്കെ പൊളിച്ചു കളഞ്ഞു എന്നാ പറയുന്നത്. അതുമൊക്കെ പറഞ്ഞിട്ടാണ് മുഹമ്മദ് വഹീറുദ്ദീൻ ബാബർ രാമക്ഷേത്രം തകർത്തിട്ടാണ് അവിടെ പള്ളി ഉണ്ടാക്കിയത് എന്ന് പറയുന്നത്. രാമക്ഷേത്രം തകർത്തിട്ടാണ് അവിടെ പള്ളി ഉണ്ടാക്കി എന്ന് പറയുന്നത്. ഇപ്പോ ടിപ്പു സുൽത്താന്റെ മേൽ ഒരു ടിപ്പു ജയന്തി ആഘോഷിച്ചപ്പോൾ സവർണ കോമരങ്ങൾക്ക് സഹിക്കാൻ പറ്റിയില്ല. അവർക്ക് സഹിക്കാൻ പറ്റൂല. കാരണം ടിപ്പു സുൽത്താൻ കേരളത്തിലേക്ക് കടന്നു വന്നപ്പോൾ ബ്രാഹ്മണിസം കൊടികുത്തി വാഴിയുന്ന RSSന്റെ ബ്രാഹ്മണിസം കൊടികുത്തി വാണിരുന്ന ഇന്ത്യ രാജ്യത്ത് തൊലി കറുത്തതിന്റെ പേരിൽ മാറുമറയ്ക്കാൻ, മാനം മറയ്ക്കാൻ, നാണം മറയ്ക്കാൻ, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ഈ രാജ്യത്തെ പാവപ്പെട്ട അമ്മവങ്ങന്മാർക്ക് മാറുമറയ്ക്കാൻ അവകാശം കൊടുത്ത ടിപ്പു സുൽത്താൻ, ആ ടിപ്പു സുൽത്താൻ ഇവിടുത്തെ അമ്പലങ്ങളൊക്കെ തകർത്ത് കളഞ്ഞ ആളായിരുന്നു എന്ന്. ടിപ്പു സുൽത്താൻ അമ്പലങ്ങളൊക്കെ തകർത്ത് കളഞ്ഞു. നമ്മളൊന്നറിയണം, പറയുന്നവന്മാരെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ബഹുമാന്യനായ ടിപ്പുവിനെ പോലെ, ബഹുമാന്യനായ ഔറംഗസീബ് ആലംഗീർ റഹിമഹുള്ളയെ പോലെ ഈ രാജ്യം ഭരിച്ചിരുന്ന മുസ്ലിം മുഗൾ ചക്രവർത്തിമാർ ഈ രാജ്യത്തുണ്ടായിരുന്ന അമ്പലങ്ങളൊക്കെ തകർത്ത് പള്ളിയാക്കാൻ അവരന്ന് ശ്രമിച്ചിരുന്നുവെങ്കിൽ ഇന്ന് RSSകാരന് അരനിക്കറുമിട്ടുകൊണ്ട് രാവിലെ കസറത്ത് നടത്താൻ ഈ രാജ്യത്തൊരു ക്ഷേത്രത്തിന് മുറ്റം അവശേഷിക്കുമാണ്ടായിരുന്നില്ല. അല്ലേ? അവരൊക്കെ അമ്പലം പൊളിച്ചു. നമുക്കറിയോ, മഹാനായ ഷഹീദമില്ല ഫത്തഹ് അലി ഖാൻ ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി തആല അലൈഹി ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി എന്ന നിലയിൽ ഈ രാജ്യത്ത് 48 ക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്ത ആളാണ് ടിപ്പു സുൽത്താൻ. 48 ക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ. കേരളത്തിലെ പോലും പ്രശസ്തമായ ഗുരുവായൂർ ക്ഷേത്രത്തിന്റേതായ റെക്കോർഡുകൾ നമ്മൾ പരിശോധിച്ചാൽ ഇന്നും കോഴിക്കോട് രജിസ്റ്റർ ഓഫീസിലുണ്ട്. അതെ, അതിനുവേണ്ടി സ്ഥലം വിട്ടുകൊടുത്ത ടിപ്പു സുൽത്താനാ. ശൃംഗേരി മഠം ഉൾപ്പെടെയുള്ള മഠങ്ങളുടെ കേടുപാടുകൾ തീർത്തുകൊടുത്തത് ടിപ്പു സുൽത്താന്. ആരാ ടിപ്പു സുൽത്താനെ കുറ്റം പറയുന്നത്? എന്ത് പാരമ്പര്യം അവകാശപ്പെട്ടവരായി പറയുന്നത്? ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവാർപ്പണം നടത്തിയ ഒരേയൊരു രാജാവാണ് ബഹുമാന്യനായ ടിപ്പു സുൽത്താൻ. ഈ രാജ്യത്ത് ഒരുപാട് രാജാക്കന്മാര് കടന്നുപോയി. മഹാറാണ പ്രതാപ് കടന്നുപോയി, ശിവജി കടന്നുപോയി, മാർത്താണ്ഡവർമ്മ കടന്നുപോയി, വേലുത്തമ്പി തലവ കടന്നുപോയി, അതേപോലെ തന്നെ ഒരുപാട് പഴശ്ശിരാജ കടന്നുപോയി. ഇവർക്കൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു മഹത്തായ ഭാഗ്യം കിട്ടിയ ആളാണ് ടിപ്പു സുൽത്താൻ. നമുക്കറിയുമല്ലോ, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം നടത്തിയപ്പോൾ വേലുത്തമ്പി തളവ സ്വന്തമായി ആത്മഹത്യ ചെയ്ത മനുഷ്യന, മാർത്താണ്ഡവർമ്മ സ്വന്തമായി ആത്മഹത്യ ചെയ്ത മനുഷ്യന, പഴശ്ശിരാജ സ്വന്തമായി ആത്മഹത്യ ചെയ്ത മനുഷ്യന. എന്നാൽ ബഹുമാന്യനായ ടിപ്പു സുൽത്താൻ റഹിമഹുള്ള ഈ രാജ്യത്തുള്ള ഹിന്ദുവിനും മുസ്ലിമിനും ഈ രാജ്യത്ത് സ്വസ്ഥമായി ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരുടെ വെടിയുണ്ടകൾ ഹൃത്തടത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി ധീരരക്തസാക്ഷിത്വം വഹിച്ച ആളാണ് ടിപ്പു സുൽത്താൻ. ഈ കുറ്റം പറയുന്നവന്മാർക്ക് എന്ത് പാരമ്പര്യമാണ് അവകാശപ്പെടാനുള്ളത്? എന്ത് പാരമ്പര്യം? ബ്രിട്ടീഷുകാരന് കത്തെഴുതി കൊടുത്ത് രക്ഷപ്പെട്ട സവർക്കറുടെ പാരമ്പര്യമാ? ഗോൾവാൾക്കറുടെ പാരമ്പര്യമാ? പറയാനൊരു പാരമ്പര്യമുണ്ടോ? അവകാശപ്പെടാനൊരു പാരമ്പര്യമുണ്ടോ? അറിയണം. മുൻഗാമികളായ ചക്രവർത്തിമാർ അങ്ങനെ അമ്പലം തകർത്തുകൊണ്ടിവിടെ ഇങ്ങനെ കിരാതവാഴ്ച നടത്തിയവരൊന്നുമായിരുന്നില്ല.